ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പുതിയൊരു സെറ്റപ്പിലാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. എന്നും റൂമിലിരുന്ന് എടുക്കുന്നത്. ഇന്ന് ഞാൻ ടെറസിൽ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ഗൈസ് പുല്ല് സിനിമ. പുല്ല് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ പുല്ലൊന്നുമല്ല, കിടിലം പടം. ആകെ എങ്ങനെ ഒരു പടം ഡീസൻ്റായിട്ട് ലെങ്ത് ഇല്ലാതെ വലിച്ചു നീട്ടാതെ എടുക്കാന്ന് കാണിച്ച ഒരു സിനിമ. 1.5 മണിക്കൂർ സിനിമ. തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. തിയേറ്റർ റിലീസിനെ പറ്റിയൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല. ഇപ്പം ഇതുപോലെ ആദ്യം ഒരു സിനിമയുടെ ഇതുപോലെ റിവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പം പുല്ലെന്ന് പറഞ്ഞ് കണ്ടു. അത് ഞാൻ ജസ്റ്റ് കണ്ടില്ല, എനിക്ക് തോന്നിയില്ല, താല്പര്യം തോന്നിയില്ല. കാണാൻ താല്പര്യം തോന്നാതെ പിന്നെ ഓടിച്ചു വിട്ടു. ആ റിവ്യൂ കണ്ടില്ല. അത് കഴിഞ്ഞ് ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. അത് കണ്ടിട്ട് എന്നാൽ പിന്നെ പുല്ല് പടം കാണാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ കണ്ട സിനിമയാണ് കിടിലം പടം. ആകെ 1.5 മണിക്കൂറിൽ മിനിമം ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു ഫാൻറ്റസി സർവൈവൽ ത്രില്ലറാണിത്. അപ്പോൾ ഇതിപ്പം സാനിയ പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് അവാർഡെല്ലാം കിട്ടിയിട്ട് റിലീസായിട്ടുള്ള സിനിമയാണ്. പക്ഷെങ്കിൽ ഇത് നമ്മുടെ പ്രമുഖ റിവ്യൂ പറയുന്ന ഒരുമാതിരിപ്പെട്ട ചാനലുകാരും പറഞ്ഞു കണ്ടില്ല. ആകെ ഞാനൊരു ചാനൽ മാത്രമേ കണ്ടുള്ളൂ. അവരൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടോയെന്ന് കണ്ടില്ല. ഞാൻ നോക്കിയിട്ട് അധികം റിവ്യൂ ഒന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല. നമ്മളെ പോലെയുള്ള സിനിമാ പ്രേമികളല്ലേ ഇതുപോലത്തെ സിനിമകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഈ സിനിമയുടെ പബ്ലിസിറ്റിക്കായിട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. അതുപോലെ ആകെ 1.5 മണിക്കൂറിൽ ഒരു സൂപ്പർ പടം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നാട്ടിലെ ദേവിയെ രക്ഷിച്ച് കൊണ്ടുപോകുന്ന കള്ളൻ്റെയാണ്. ദേവി എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടുള്ളതല്ല. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി. ഞാൻ ഈ സിനിമയെ പറ്റി ഒന്നും അറിയാതെ കണ്ടേ. അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്നും അറിയാതെ ട്രെയിലർ പോലും കാണാതെ കണ്ടുപോയിക്കോ. കാണേണ്ടത് ഇപ്പം സാനിയ പ്ലേയിൽ വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും കിട്ടാനെ കൊണ്ട്. ഈ സിനിമ നോർമലി അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. പുല്ല് റൈസിങ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ സിനിമയെ നിങ്ങൾ മാക്സിമം ഒരു സിനിമ പ്രേമിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കാനുണ്ട്. ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതല്ല, നമ്മുടെ പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയല്ലേ, സിനിമ ഒരു ആളെടുക്കുമ്പം കൂടുതൽ ആൾക്കാർ കാണണം. അവാർഡൊക്കെ പിന്നത്തെ കാര്യമല്ലേ. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. അത് കാണുന്നവർക്ക്, ഈ സിനിമ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10-100 പേരുണ്ട്. അവർ കണ്ടാലും മതി എനിക്ക്. ഒരു മലയാള സിനിമ ഇതുപോലെ ഇത്രയും നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടാരും ചർച്ച ചെയ്യാതെ പോകുന്നതിന് നമുക്കൊരു വിഷമമുണ്ട്. കാരണം ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരുന്നു ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടിയേനെ. അപ്പം നിങ്ങളെ പോലെ കഴിയുന്നത് നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. A to Z, ടെക്നിക്കലായാലും ലെങ്ത് ആയാലും എല്ലാം, സ്റ്റോറി ആയാലും എല്ലാം നമ്മളെ 1.5 മണിക്കൂർ ആ ഒരു വേൾഡിൽ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണിത്. നിങ്ങൾ നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.